when there's no more hope. Good morning dear students. Good morning. How are you? Are you fine? Okay. എക്സാം എല്ലാവരും നല്ലപോലെ എഴുതിയോ? ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാം. നമ്മൾ ഇന്ന് ബേസിക് സയൻസിലെ ഒരു പുതിയ ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 14 ഇലക്ട്രിക് സർക്യൂട്ട്സ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇലക്ട്രിക് സർക്യൂട്ട്സ്. അപ്പോൾ നമുക്കിനി പാഠത്തിലോട്ട് പോവാം. നമ്മുടെ പേജ് നമ്പർ എത്ര നോക്കിക്കേ? 135. ഓക്കെ, നോക്കിക്കേ. You are familiar with electrical appliances like heaters, fans, refrigerators and coolers. ഇല്ലേ, നമുക്കറിയാം. നമുക്ക് ഇലക്ട്രിക് അപ്ലയൻസസ് നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് ആയാലും ഫാൻ ആയാലും TV ആയാലും റെഫ്രിജറേറ്റർ ആയാലും ഇല്ലേ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. These run on electricity supplied to our homes from the power station through the main. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ പവർ സ്റ്റേഷൻ വഴി മെയിനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ആ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് അല്ലേ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. There is another set of appliances that run on cells like torch, toys, alarm clocks and mobile phones. ഇല്ലേ, അപ്പം ഈ ഇലക്ട്രിക് കറണ്ട് വഴി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ അല്ലാതെ നമുക്ക് വേറെയും കുറച്ച് ഉപകരണങ്ങൾ അറിയാം അല്ലേ. എന്താ? സെൽസ് ഉപയോഗിച്ച്, ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ നമുക്കറിയാം. ടോർച്ച്, മൊബൈൽ ഫോൺ, പിന്നെന്താണ് ടോയ്സ്, അലാം ക്ലോക്ക്, ഇതെല്ലാം എന്താണ്? സെല്ല് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. You can easily handle appliances that run on cells. However, you may get a bad shock if you touch an electrical socket or a live wire attached to the mains. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ സെല്ല് കൊണ്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അത് കുറെ കൂടി സേഫ് ആണ് അല്ലേ. നമ്മൾ ഇലക്ട്രിക് വയറിലൊക്കെ നമുക്ക് എന്താണ് ഷോക്ക് ഒക്കെ അടിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെല്ലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ കൂടി സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. This is because the main supply a huge amount of electrical energy while cells supply a very small amount of electrical energy. അപ്പോൾ നമുക്ക് എന്താണ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഒക്കെ അടിക്കും നമ്മൾ പറഞ്ഞു. കാരണം അത് വലിയ അളവിൽ വൈദ്യുതോർജ്ജം നൽകുന്നത് കൊണ്ടാണ് അല്ലെ, ഇലക്ട്രിസിറ്റി നൽകുന്നത് കൊണ്ടാണ് ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള അപ്ലയൻസസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഷോക്ക് ഒക്കെ അടിക്കുന്നത്. പക്ഷെ ഈ സെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളിൽ നമുക്ക് അങ്ങനെ ഷോക്ക് ഒന്നും അടിക്കുന്നില്ല. കാരണം വളരെ കുറഞ്ഞ അളവിലുള്ള ഇലക്ട്രിസിറ്റി മാത്രമേ അതിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താണ് സെല്ല്? നമ്മൾ പഠിക്കുന്നത് എന്താണ് സെല്ല്? നമ്മൾ കോശം, ആ സെല്ലല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സെല്ലെന്ന് പറഞ്ഞാൽ ബാറ്ററി നമുക്കറിയാം. നമ്മുടെ ടിവിയിലും റിമോട്ടിലും അതുപോലെ തന്നെ ടോയ്സിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സെല്ല് അല്ലേ. ഇത് ഒരു ചെറിയ സെല്ല് കണ്ടോ, ഇതൊരു ചെറിയ സെല്ലാണ്. നമ്മൾ റിമോട്ടിൽ, ടിവിയുടെ റിമോട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തരം സെല്ലാണിത്. കണ്ടില്ലേ, ടോയ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, take out the cells from a transistor, radio or torch. ഇപ്പോൾ ടോർച്ചിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു റേഡിയോയിൽ നിന്നോ ഒക്കെ നമ്മളൊരു സെല്ല്, ഇതുപോലുള്ള സെല്ല് നമ്മൾ എടുക്കണം. എടുത്തിട്ട് observe them carefully. ഇതിനെ നമ്മൾ എന്താ നല്ല ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. There will be a positive sign close to one end of each cell and a negative sign close to the other. These signs stand for the positive and negative terminals of the cell. എന്താണ് നമ്മൾ ഈ ഒരു സെല്ല് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ സെല്ലിന്റെ ഈ ഒരു എൻഡിൽ ഒരു പോസിറ്റീവ് സൈൻ കിടപ്പുണ്ട്, ഈ ഒരു എൻഡിൽ ഒരു നെഗറ്റീവ് സൈനും കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു സെല്ലിന്റെ രണ്ട് സൈഡ് ഉണ്ട്. ഈ ഒരു സൈഡും ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡും ഇത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു സൈഡും ആണ്. അപ്പൊ ഇതിന് ഈ ഒരു സൈഡിൽ പോസിറ്റീവ് സൈനും കാണിച്ചേക്കുന്നു, ഈ സൈഡിൽ നെഗറ്റീവ് സൈനും കാണിച്ചേക്കുന്നു. ഇത് എന്താണ്? ഒരു സെല്ലിന്റെ രണ്ട് ടെർമിനൽസിനെ, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നോക്കിക്കേ, the protruding metal cap at one end of the cell is positive terminal. അപ്പോൾ ഈ ഒരു ക്യാപ്പ് പോലെ ഉണ്ടോ, ഒരു തൊപ്പി പോലെ ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഈ ഒരു സൈഡാണ് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഈ സെല്ലിന്റെ ഈ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന ഈ സൈഡാണ് ഈ ഒരു സെല്ലിന്റെ നെഗറ്റീവ് സൈഡ്. Okay, the flat metal base is its negative terminal. Those cells come in many shapes and sizes. Every cell has these two terminals. അപ്പം ഇതൊരു ചെറിയ സെല്ലാണ്. ഇത്തിരി നമുക്കറിയാം വലിപ്പമുള്ള സെല്ലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. ടോയ്സിലൊക്കെ കുറച്ചുകൂടെ വലിപ്പമുള്ള സെല്ലായിരിക്കും. അപ്പൊ സെല്ല് തന്നെ പല സൈസിലും ഷേപ്പിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ
പിക്ചേഴ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് സെല്ല് കാണിച്ചേക്കുന്നു. അപ്പം സൈസിലും ഷേപ്പിലും സെല്ല് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ സൈസും ഷേപ്പും ഡിഫറെന്റ് ആയാൽ പോലും ഈ രണ്ട് ടെർമിനൽസും പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും എല്ലാ സെല്ലിലും കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഓപ്പൺ അപ്പ് ദ മെറ്റലിക് കണ്ടെയ്നർ ഓഫ് വൺ ഓഫ് ദ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അഡൽറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഈ സെല്ലിന്റെ പുറത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് എൻഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു പോസിറ്റീവ് ടെർമിനൽ സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനൽ സൈഡും ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഇത്, സെല്ലിന്റെ പുറത്തെ കാര്യങ്ങൾ. നമ്മൾ ആ സെല്ലൊന്ന് ഓപ്പൺ ചെയ്ത് അകവശം ഒന്ന് നോക്കുവാണെങ്കിൽ ഇൻസൈഡ് there will be a blackish chemical paste. ആ ഒരു സെല്ലിന്റെ അകത്തൊരു ബ്ലാക്ക് കളറുള്ള ഒരു കെമിക്കൽ പേസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. A reaction between this chemical and the metal container provided the electrical energy to run electrical devices. അപ്പം അതിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു കെമിക്കൽ പേസ്റ്റും അതുപോലെ തന്നെ ആ മെറ്റൽ കണ്ടെയ്നർ, ബാറ്ററി അറിയല്ല, ആ മെറ്റൽ കണ്ടെയ്നറും തമ്മിൽ റിയാക്ഷൻ സംഭവിക്കുമ്പോഴാണ് ആ ഒരു ഉപകരണം പ്രവർത്തിക്കാൻ വേണ്ടുന്ന ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു സെല്ലിനെ കുറിച്ച് പറയാം. ഇനി നോക്കിക്കേ, Figure 14.1 is a simple representation of the inside of a cell. നമ്മുടെ ടെക്സ്റ്റിൽ 14.1 എന്ന് പറയുന്ന ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു സെല്ലിന്റെ അകത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെല്ലിന്റെ അകവശമാണ് കാണിച്ചിരിക്കുന്നത്. മെറ്റൽ ക്യാപ്പ് ഉണ്ട്, സീലുണ്ട്, പിന്നെ നോക്കിക്കേ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കുറച്ച് വൈറ്റ് ഒരു ഷെയ്ഡിൽ കാണിച്ചേക്കുന്നു. മാംഗനീസ് ഡയോക്സൈഡ് ആണ് പവർ, കാർബൺ എന്ന് പറഞ്ഞൊരു ഗ്രേ കളറിൽ കാണിച്ചേക്കുന്നു. പിന്നെ കാർബൺ റോഡ് ഉണ്ട്, സിങ്കാൻ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഒരു ബാറ്ററിയുടെ ഉള്ളിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെല്ലിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ഇറ്റ് ഈസ് സീൽഡ് ഓൺ ടോപ്പ് ആൻഡ് കവേർഡ് വിത്ത് തിക് പേപ്പർ ഓർ എ മെറ്റൽ ഷീറ്റ് ടു പ്രിവെന്റ് ലീക്കേജ്. നമുക്കറിയാം ബാറ്ററി ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞേക്കുവാണ് അല്ലേ, ഈ ഒരു മെറ്റൽ കവർ കൊണ്ട് പൊതിഞ്ഞ, കാരണം ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മെറ്റൽ കവർ കൊണ്ടാണ് നമ്മൾ ഈ സെല്ല്, ബാറ്ററി അല്ല സെല്ല് പൊതിയുന്നത്. The metal cap fitted with a carbon rod is the positive terminal of the cell. നമ്മൾ പറഞ്ഞു ഈ സെല്ലിന്റെ ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ട്, അതെന്താ പോസിറ്റീവ് ടെർമിനൽ ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് എന്ത് ചെയ്തേക്കുന്നു, അതൊരു കാർബൺ റോഡ് കൊണ്ട് അതിനെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മുടെ ആ ഒരു ക്യാപ്പിന്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ബാറ്ററീസ്. ഇത്രയും നമ്മൾ സെല്ലിനെ കുറിച്ചാണ് പറഞ്ഞത്, ഈ ഒരു സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ എന്താണ് ബാറ്ററീസ് എന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ബാറ്ററീസ്? Okay, നോക്കിക്കേ, quite often two or more cells are needed to operate an electrical device. This is because one cell does not provide enough energy. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെല്ല് കൊണ്ട് എന്താണ് ഒരു ഉപകരണം പ്രവർത്തിക്കണമെന്നില്ല. അപ്പോൾ ഒരു ടിവിയുടെ റിമോട്ട് എടുത്താൽ തന്നെ അതിനകത്ത് രണ്ട് സെല്ല് നമ്മൾ ഇടേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ടോയ്സ് മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ 3, 4, 5 സെല്ല് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ആ ഒരു ടോയ്സ് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ റേഡിയോയ്ക്കകത്തായാലും ടോർച്ചിൻ്റെ അകത്തായാലും ഒരു സെല്ല് കൊണ്ട് മാത്രം ആ ഒരു ഉപകരണം പ്രവർത്തിക്കണമെന്നില്ല. ഇപ്പൊ എന്താണ് കാരണം, എന്താണ് ആ ഒരു സെല്ലിൽ നിന്ന് ആ ഒരു ഉപകരണം പ്രവർത്തിക്കേണ്ടുന്ന എനർജി നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. The cell inside a torch or a transistor radio, for example, may be connected in either of the two ways shown in figure. Such a group of connected cell is called a battery. അപ്പോൾ group of connected cellനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് കണക്റ്റഡ് സെൽ. അപ്പൊ ഇതുപോലുള്ള 2, 3, 4 സെല്ലുകളെ ഒരുമിച്ച് വെച്ച് പരസ്പരം കണക്ട് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നുണ്ട് അതിൽ 2 ബാറ്ററീസ് തമ്മിൽ, 2 സെല്ലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വെച്ചേക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്. The battery shown in figure 14.2 B contains a number of cells connected together inside its casing. The battery is used in car also made up of a number of cells. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ കണ്ടോ, A B എന്ന് പറഞ്ഞ് 2 ഫിഗർ നമുക്ക് തന്നേക്കുന്നത്. അതിൽ ബിയിൽ കണ്ടോ, ആ ബിയിലെ ഫിഗർ കാണിച്ചിരുന്ന നമ്പർ ഓഫ് സെൽസ് ആണ് അതിൽ ഒരുമിച്ച് ചേർത്ത് ഒരു ബാറ്ററി ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് കണക്റ്റഡ് സെല്ല് അല്ലേ, ഒരു സെല്ലുകളുടെ കണക്ട് ചെയ്തേക്കുന്ന സെല്ലുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാമെങ്കിൽ ഇനി ഈ ഒരു സെല്ല് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, യൂസിങ് എ സെല്ല് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ ബൾബൊക്കെ കത്തിക്കണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഈ കുഞ്ഞ് LED ബൾബ്, പണ്ട് നമ്മൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നമ്മൾ LED ബൾബൊക്കെ കത്തിക്കാനായിട്ട് ഈ ബാറ്ററി ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറ്. കുറച്ച് എവിടെന്നെങ്കിലും ഒക്കെ ഈ ടോയ്സിൻ്റെ അകത്തിരിക്കുന്ന ഈ അല്ലെങ്കിൽ റിമോട്ടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ LED ബൾബ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കത്തിക്കാനായിട്ട് ഈ സെല്ല് നമ്മൾ യൂസ് ചെയ്യുക. അത് ഉപയോഗിച്ച് ആ ബൾബൊക്കെ നമ്മൾ പ്രകാശിപ്പിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെല്ലിന്റെ യൂസിങ് എങ്ങനെയാണെന്ന് നോക്കാം. Now that you know a few things about a cell, you may want to know how it is used to make something work. Suppose you want to use a cell to light a torch
bulb, how would you do it? Of course, you could just fit the cell into a torch and run on the torch. You could also connect the cell to a bulb. We will see how. അപ്പോൾ നമ്മൾ എന്താണ് എന്ത് ഈ സെല്ല് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. സെല്ല് എന്താണ്, അതിൻ്റെ ഏത് ടെർമിനൽ ഏതൊക്കെയാണ്, പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽ, രണ്ട് എൻഡ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കിനി എന്താണ് ഒരു സെല്ല് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ബൾബ് പ്രകാശിപ്പിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് let us learn a bit about the bulb. അപ്പോൾ നമ്മൾ ആ ഒരു സെല്ല് എങ്ങനെ ഒരു ബൾബ് സെല്ല് ഉപയോഗിച്ച് എങ്ങനെ ഒരു ബൾബ് പ്രകാശിപ്പിക്കാം എന്നറിയുന്നതിന് മുമ്പ് ബൾബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ബൾബിനെ കുറിച്ച് ഒന്ന് നോക്കാം. A torch bulb or any electrical bulb for that matter has a thin wire inside called a filament. എന്താ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഏത് ബൾബായാലും അല്ലേ, ഒരു ടോർച്ചിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ചെറിയ ബൾബായാലും നമ്മൾ ഉപയോഗിക്കുന്ന സാധാ ബൾബായാലും എല്ലാം ആയാലും എന്താണ്, അതിൻ്റെ അകത്ത് ആ ബൾബിനകത്ത് ഒരു തിന്നായിട്ടുള്ള ഒരു വയർ കാണും. ആ വയറിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നത്. ആ വയറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫിലമെന്റ് എന്ന് വിളിക്കുന്നു. This is connected to two thicker wires inside the bulb itself. അപ്പോൾ ആ ഒരു ഫിലമെന്റ് എന്ന് പറയുന്ന വയറിനെ ആ ബൾബിനകത്തുള്ള വേറെ രണ്ട് തിക്കായിട്ടുള്ള വയറുമായിട്ട് കണക്ട് ചെയ്തേക്കുമായിരിക്കും. The base of the bulb has a metallic tip which is connected to one of the thicker wire internally. അപ്പോൾ എന്താണ് ഈ ബൾബിന്റെ ആ ഒരു ബേസിനെ അല്ലെ, ആ ഒരു ബേസിൽ എന്ത് കാണുന്ന പറയുന്നത്? ഒരു മെറ്റലിക് ടിപ്പ്. ഒരു ബൾബ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ആ ബൾബിന്റെ ഒരു താഴെ ഭാഗത്തായിട്ട് എന്താണ് ഒരു ബേസിലായിട്ട് ഒരു മെറ്റലിക് ടിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ മെറ്റലിക് ടിപ്പിനെ എന്താണ് ഇന്റേണലി നമ്മൾ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തേക്കും. ദ മെറ്റൽ കേസ് അറൗണ്ട് ദ ബേസ് ഈസ് കണക്റ്റഡ് ടു ദ അതർ തിക്ക് വയേഴ്സ്. അപ്പോൾ ആ ബൾബിന് ചുറ്റുമുള്ള ആ ഒരു മെറ്റലിക് ടിപ്പിന് ചുറ്റുമുള്ള ആ ഒരു മെറ്റലിക് എന്തിനെ ആ ബേസിനെ നമ്മൾ മറ്റു തിക്ക് വയറുമായിട്ട് കണക്ട് ചെയ്തേക്കും. ദ മെറ്റൽ കേസ് ആൻഡ് ദ മെറ്റലിക് ടിപ്പ് ആർ ദ ടു ടെർമിനൽ ഓഫ് ദ ബൾബ്. സെല്ലിന്റെ ടെർമിനൽ പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽ ഉണ്ടെന്നാണ്. അപ്പൊ ഇവിടുത്തെ ഈ ബൾബിന്റെ ടെർമിനൽ ആണ് ഈ മെറ്റലിക് ടിപ്പും മെറ്റലിക് ബേസും. ഇപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? നമ്മൾ ആദ്യം ബൾബിനെ കുറിച്ചാണ് നോക്കുന്നത്. ഒരു ബൾബ് എടുക്കുമ്പോൾ അതിനകത്ത് എന്താ ഒരു തിന്നായിട്ടുള്ള ബൾബിന്റെ അകത്ത് ഒരു തിന്നായിട്ടുള്ള വയർ കാണും. അതിനാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നത്. ഈ ഫിലമെന്റ് എന്ന് പറയുന്നത് ഈ തിൻ വയറിനെ ബൾബിനകത്തുള്ള മറ്റു രണ്ട് കട്ടിയുള്ള വയറുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. പിന്നെ ബൾബിന് താഴെയിലെ ബേസ് മെറ്റലിക് ഒരു മെറ്റലിക് ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ബേസ് ഓഫ് ദ ബൾബ്, ബൾബിന് താഴെ എന്തുണ്ട്? ഒരു മെറ്റലിക് ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെ ഒരു തിക് വയറായിട്ട് കണക്ട് ചെയ്തേക്കുന്നു, ഇന്റർണലായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഈ മെറ്റലിക് ടിപ്പിന് ചുറ്റും എന്താണ്, അല്ലെങ്കിൽ ഈ ബേസിന് ചുറ്റും ഒരു മെറ്റലിക് കേസ് ഉണ്ട്. ഈ ബേസിന് ചുറ്റും ബൾബിന്റെ ആ ഒരു ബേസിന് ചുറ്റും ഒരു മെറ്റലിക് കേസ് ഉണ്ട്. ഈ മെറ്റലിക് കേസിനെ മറ്റൊരു തിക് വയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മെറ്റലിക് കേസും മെറ്റലിക് ടിപ്പും ആണ് ഈ ബൾബിന്റെ രണ്ട് ടെർമിനൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് നോക്കിക്കേ. The bulb will glow only when its terminal, the wire connecting them, and the two terminals of the stem from a complete loop path. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഈ ബൾബ് അതിൻ്റെ നമ്മൾ പറഞ്ഞു അതിന് രണ്ട് ടെർമിനലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവയെ ബന്ധിപ്പിക്കുന്ന വയറുകളുണ്ട്. ഇപ്പോൾ സെല്ലിൻ്റെ ടെർമിനലുകളുണ്ട്. അപ്പോൾ ഇവയെല്ലാം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരേപോലെ വന്നാൽ മാത്രമേ അതിനൊരു പാത അല്ലേ, ഒരു പാത രൂപപ്പെടുമ്പോൾ മാത്രമേ ബൾബ് പ്രകാശിക്കൂ. അതായത് നമ്മൾ പറഞ്ഞത് ഒരു സെല്ലുണ്ടെന്ന് പറഞ്ഞു. ഈ ബൾബ് നമ്മൾ സെല്ല് ഉപയോഗിച്ചാൽ പ്രകാശിപ്പിക്കുന്നത്. ഈ സെല്ലുണ്ട്, അതിന്റെ രണ്ട് ടെർമിനലുകളും അല്ലേ, അതുപോലെ തന്നെ ബൾബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ബൾബിന്റെ രണ്ട് ടെർമിനലുകളും ഇതെല്ലാം ഒരേപോലെ പൂർണ്ണമായിട്ടൊരു പാത രൂപപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ ബൾബ് പ്രകാശിക്കത്തുള്ളൂ. നോക്കിക്കേ, it does not matter which terminal of the bulb is connected to the positive terminal of the battery and which to the negative terminal. However, if both the terminal of the bulb are connected to the same terminal of the cell, as in figure 14.6c, the bulb does not glow. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ബൾബിന്റെ കണ്ടോ, ആ ഒരു ബൾബിന്റെ നമ്മുടെ ടെക്സ്റ്റിൽ ആ ഒരു ബൾബ് ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുന്ന കണ്ടോ. ആ ഒരു ബൾബിന്റെ എന്താ പോസിറ്റീവ് ടെർമിനൽ, ആ ബൾബിന്റെ ആ ബേസിൽ നിന്ന് ആ പോസിറ്റീവ് ടെർമിനലിലേക്കും നെഗറ്റീവ് ടെർമിനലിലേക്കും രണ്ട് വയറ് പോയിട്ടുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് പോയെങ്കിൽ മാത്രമേ ആ ബൾബ് ഗ്ലോ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ ബൾബിന്റെ ആ ഒരു എന്താ ടെർമിനൽസ് ഈ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ തന്നെ പോയിരുന്നാൽ രണ്ടും ബൾബിന്റെ ടെർമിനൽസ് രണ്ടും ആ സെല്ലിന്റെ
പോസിറ്റീവ് സൈഡിൽ പോയാൽ ആ പോസിറ്റീവ് സൈഡിൽ മാത്രം പോയാൽ ആ ബൾബ് പ്രകാശിക്കത്തില്ല. ഒരുപോലെ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും നമ്മുടെ ആ ഒരു ബൾബിന്റെ രണ്ട് ടെർമിനൽസിന്റെ വയറും പോകണം, ഒരേപോലെ പോകണം. നല്ല രീതിയിൽ പോയാൽ മാത്രമേ ആ ഒരു ബൾബ് പ്രകാശിക്കൂ. അല്ലാതെ ആ ബൾബിന്റെ രണ്ട് ടെർമിനലും ഈ സെല്ലിന്റെ ആ ഒരു പോസിറ്റീവ് ടെർമിനലിൽ തന്നെ പോയാൽ ബൾബ് പ്രകാശിക്കില്ല. ഇത്രയാണ് അതിൽ പറയുന്നത്. ഇത് നമ്മൾ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്താന്ന് നോക്കാം. Put simply, current means the flow of electricity. അല്ലേ? കറണ്ട് എന്ന് വെച്ചാൽ എന്താ? കറണ്ട് പോയി അല്ലെങ്കിൽ കറണ്ട് വന്നു, കറണ്ട് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ഈ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? വൈദ്യുതിയുടെ ആ ഒരു പ്രവാഹം, വൈദ്യുത പ്രവാഹം, ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ഫ്ലോയെയാണ് നമ്മൾ എന്താ കറണ്ട് നമ്മൾ വിളിക്കുന്നത്. An electric current can flow only when there is a closed path for it to travel along. ഇപ്പൊ എന്താ ഒരു അടഞ്ഞ പാതയിലൂടെ മാത്രമേ വൈദ്യുതിക്ക് എപ്പോഴും അല്ലേ സഞ്ചരിക്കാൻ ഫ്ലോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. The path along which an electric current can flow is called an electric circuit. അങ്ങനെ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പാത്തിനെ അല്ലേ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ആ ഒരു പാത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? The path along which an electric current can flow is called an electric circuit. ഇല്ല, നമ്മുടെ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹം ഒഴുകുന്ന ആ ഒരു പാതയെ അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. When you connect a bulb to a cell with wires, you create a closed path or a circuit through which current can flow. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെല്ല് എടുത്തിട്ട് നമ്മൾ ഒരു ബൾബ് പ്രകാശിപ്പിക്കാൻ എടുത്തപ്പോൾ എന്താണ് അതിന് നമ്മൾ ആ ഒരു വൈദ്യുതിക്ക് പോകാൻ വേണ്ടുന്ന ഒരു പാത്താണ് നമ്മൾ അവിടെ രൂപപ്പെടുത്തി കൊടുത്തത് അല്ലേ? അതിലൂടെ വൈദ്യുതി കടന്നു പോയിട്ടാണ് ആ ബൾബ് പ്രകാശിക്കുന്നത്. It is this current flowing through the filament of the bulb that make the bulb glow. ആ കറണ്ട് ആ ബൾബിന്റെ ഫിലമെന്റിൽ ചെന്നിട്ടാണ് ആ ബൾബ് പ്രകാശിക്കുന്നത്. ആ കറണ്ട് കറക്റ്റ് ആയിട്ട് ഒഴുകി ഫ്ലോ ചെയ്ത് ആ ഒരു ബൾബിന്റെ ഫിലമെന്റിൽ എത്തുമ്പോഴാണ് ആ ബൾബ് നല്ലപോലെ ഗ്ലോ ചെയ്യുന്നത്. Electric current flows through the wires from the cell's positive terminal to the bulb and from there to the negative terminal of the cell as shown in the figure 14.7. അല്ലേ? അപ്പം എന്താണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്ത് വയറിലൂടെ ഫ്ലോ ചെയ്ത് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ വന്നു അല്ലേ? അതുപോലെ തന്നെ പിന്നെന്താണ് സെല്ലിന്റെ ടെർമിനൽ വന്നു, അത് ബൾബിലെത്തി, പിന്നെ അത് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിലെത്തി. ആ ഒരു രീതിയിലാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്ത് പോയത്. നമ്മളൊരു ബൾബ് പ്രകാശിപ്പിച്ചപ്പം അങ്ങനെയായിരുന്നു. ആദ്യം കറണ്ട് നമ്മൾ ഒരു സെല്ലിൽ നിന്ന് ബൾബിലെത്തി, അവിടെ നിന്ന് പിന്നെ നമ്മുടെ സെല്ലിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ബൾബിന്റെ ഫിലമെന്റിലെത്തി, ബൾബ് ഗ്ലോ ചെയ്തു, പിന്നെ അത് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിലെത്തി. ആ ഒരു രീതിയിലൊരു പാത്ത്, ആ ഒരു പാത്തിലൂടെയാണ് ആ ഒരു വൈദ്യുതി പ്രവാഹം ഫ്ലോ ചെയ്യുന്നത്. നോക്കിക്കേ, ദ ഡയറക്ഷൻ ഓഫ് ആരോ ഷോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരോ പോകുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ആ ചിത്രത്തിൽ കാണിക്കുന്ന ഈ ആരോ സൂചിപ്പിക്കുന്ന എന്താണ്? എന്താ? ഡയറക്ഷൻ ഓഫ് ആരോസ് ഓഫ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ആ കറണ്ടിന്റെ ഡയറക്ഷൻ, ദിശയാണ് ആ ആരോസ് സൂചിപ്പിക്കുന്നത്. കറണ്ട് ഏതൊക്കെ വഴിയിലൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ആ ആരോസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, the cell, the bulb and the connecting wires are all part of the circuit. If there is any break in the wires or in the filament of the bulb, the circuit is broken and the bulb does not glow. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഒരു സെല്ല് ഉപയോഗിച്ച് ആ ഒരു ബൾബ് പ്രകാശിപ്പിച്ച സമയത്ത് ആ സെല്ല് അതുപോലെ തന്നെ ആ ബൾബ് അത് കണക്ട് ചെയ്തിരിക്കുന്ന വയർ, ആ ഒരു പാത്ത് കണ്ടുപോകുന്ന ആ ഒരു വഴി അല്ലേ, ഇതെല്ലാം ശരിയായെങ്കിൽ മാത്രമേ ആ ബൾബ് പ്രകാശിക്കത്തുള്ളൂ അല്ലേ? അത് എന്തെങ്കിലും ഒരു തകരാറ് ഉണ്ടാവുകയാണെങ്കിൽ ആ സർക്യൂട്ട് ബ്രോക്ക് ചെയ്യും. ഇനി സ്വിച്ച് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് സ്വിച്ച്? അപ്പൊ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നോക്കുന്നത് എന്താണ് സ്വിച്ച്. നോക്കിക്കേ, the circuit you have made represent all electric circuits in a simple sort of way. It has a source of current, the device which uses the current and the wires through which current can flow. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു സോഴ്സസ് ഓഫ് കറണ്ട് ഉണ്ട്. ഒരു ഏതെങ്കിലും ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും വലിയ ബൾബ് പ്രകാശിപ്പിക്കണമെങ്കിൽ സോഴ്സ് ഓഫ് കറണ്ട് ഉണ്ട്. ആ കറണ്ടിന്റെ ഉറവിടം ഏതാണ്? ആ സെല്ലാണ്.
എ ഡിവൈസ് വിച്ച് യൂസ് ദ കറണ്ട്, ആ കറണ്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ ഉപയോഗിച്ച് ചെയ്ത ബൾബ്. അപ്പോൾ സെല്ലും ബൾബ്, സെല്ലെന്ന് വെച്ചാൽ കറണ്ടിന്റെ ഉറവിടവും ബൾബ് എന്ന് വെച്ചാൽ കറണ്ട് യൂസ് ചെയ്യുന്ന ആളുമാണ് അല്ലേ. ആൻഡ് വയർ ദോ വിച്ച് കറണ്ട് ക്യാൻ ഫ്ലോ, കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു വയർ. ഇത് മൂന്നും കറക്റ്റ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ബൾബ് പ്രകാശിക്കാൻ നമ്മൾ പറഞ്ഞു. There is just one problem. When you can complete or close the circuit, the bulb starts glowing. നമ്മൾ കറക്റ്റ് രീതിയിൽ ആ പാത്തെല്ലാം കറണ്ട് പോകുന്ന പാത്തെല്ലാം ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ബൾബ് ഗ്ലോ ചെയ്യും. The only way you can turn off the bulb is by disconnecting one of the wire. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു വയർ ഡിസ്കണക്ട് ആയാൽ ആ ബൾബ് ഗ്ലോ ചെയ്യില്ല. A more convenient thing to do would be to use a switch. അപ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ ആ ബൾബ് പ്രകാശിപ്പിക്കാനും നമുക്ക് വേണ്ടാത്തപ്പോൾ അത് അണയ്ക്കാനും നമുക്ക് എന്താണ് കൂടുതൽ കൺവീനിയന്റ് സ്വിച്ച് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇപ്പൊ നമ്മൾ വയർ ഇങ്ങനെ ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു വയറാണ് വിട്ടുപോയാൽ ആ ബൾബ് ഗ്ലോ ചെയ്യുന്നത് നിർത്തും. അപ്പൊ നമ്മൾ സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇടാം, ആവശ്യമില്ലാത്തപ്പോൾ അത് സ്വിച്ച് അണയ്ക്കാം. അപ്പം എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സ്വിച്ച്? എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്ത ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ടെർമിനൽസ്. സ്വിച്ചിന് എന്തുണ്ട്? നമ്മൾ സെല്ലിന് 2 ടെർമിനൽ പറഞ്ഞു, പോസിറ്റീവ് നെഗറ്റീവ്. ബൾബിന് 2 ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞു, മെറ്റലിക് കേസും മെറ്റലിക് ടിപ്പും. അതുപോലെ നമ്മുടെ സ്വിച്ചിനും 2 ടെർമിനൽസ് ഉണ്ട്. ടു വിച്ച് വയർ ക്യാൻ ബി കണക്റ്റഡ്. അവിടാണ് എന്ത് നമ്മൾ ഈ വയർ കണക്ട് ചെയ്യുന്നത്. വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, ദ മെറ്റൽ സ്റ്റിപ്പ് touches both the terminals to complete the electric path between them. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള മെറ്റലിക് സ്ട്രിപ്പ് 2 ടെർമിനൽസിനെയും പോയി ടച്ച് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഒരു ഡിവൈസ് അത് പ്രവർത്തിപ്പിക്കുന്നില്ലേ. When the switch is turned off, the metallic strip move away, opening the circuit at the terminals. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു മെറ്റലിക് സ്ട്രിപ്പ് 2 ടെർമിനലിനും പോയി ടച്ച് ചെയ്ത് ആ ഒരു ഡിവൈസ് ഓൺ ആവും. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴത്തേക്ക് ആ മെറ്റലിക് സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നു? അത് മൂവ് അവേ അല്ലേ, ഒന്ന് മാറിയിട്ട് സർക്യൂട്ട് ആ ടെർമിനലിന്റെ സർക്യൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ സ്വിച്ച് തന്നെ പല ടൈപ്പിലും സൈസിലുള്ള നമുക്കറിയാം. വലിയ സ്വിച്ച് ഉണ്ട്, ചെറിയ സ്വിച്ച് ഉണ്ട്, പല ഷേപ്പിലുള്ള സ്വിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് എ ടോർച്ച്. ഒരു ടോർച്ചിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെയാണ്, ആ ടോർച്ചിന്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കേ. സിൻസ് യു ആർ നൗ ഫെമിലിയർ വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ഇല്ലേ. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. എന്തോ ഇലക്ട്രിക് സർക്യൂട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? എന്താണ്? ദ പാത്ത് along which an electric current can flow is called ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പാത്തിനെ ഇല്ലേ, വൈദ്യുത പ്രവാഹത്തിന്റെ ഒരു പാതയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. അതിപ്പോ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയാം. ഇപ്പൊ ഒരു സെല്ലിന്റെ ടോർച്ച് ബൾബിന്റെ ഒക്കെ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നമ്മളിപ്പോ ഫെമിലിയർ ആണ്. സെല്ലിൽ എങ്ങനെയാണ് അല്ലേ, 2 ടെർമിനൽ ഉണ്ട്, അതുവഴിയാണ് ഈ കറണ്ട് അങ്ങോട്ടോട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ ബൾബിൽ എങ്ങനെയാണ് ബൾബ് പ്രകാശിക്കുന്നത്, അപ്പൊ അതിന്റെ ആ ഒരു ഇലക്ട്രിക് പാത്തും നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു ടോർച്ചിന്റെ ഇലക്ട്രിക് സർക്യൂട്ട് ഏത് രീതിയിലാണ്. The negative terminal of the cell labeled 1 presses against the spring at the base of the torch. കണ്ടോ, ഇവിടെ നമ്മൾ ലേബിൾഡ് 1 എന്നും പറഞ്ഞ്, അതായത് ലേബിൾഡ് സെല്ലിൽ ആ ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിനെയാണ് നമ്മൾ 1 എന്നുകൊണ്ട് നമ്മൾ ആ പിക്ചർ നോക്കിയാൽ മതി ഉദ്ദേശിക്കുന്നത്. ഇനി the positive terminal of the cell able to presses against the metal tip at the base of the bulb. അതായത് സെല്ലിന്റെ പോസിറ്റീവ്, സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ ആ ഒരു ടോർച്ചിന്റെ ഒരു ബേസുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ടോർച്ചിനകത്തുള്ള ഇലക്ട്രിക് പാത്ത് എങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ ആ സെല്ല് 2 സെല്ല് നമ്മുടെ ഈ ഒരു ടോർച്ചിന്റെ അകത്ത് ഇട്ടേക്കുന്നു. അപ്പൊ ആ ഒരു രണ്ടാമത്തെ സെല്ലിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ ടോർച്ചിന്റെ ബേസുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനല് നമ്മുടെ ആ ഒരു ടോർച്ചിന്റെ അല്ലെങ്കിൽ ആ ടോർച്ച് ബൾബിന്റെ മെറ്റലിക് എന്താണ് ടിപ്പുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. നമ്മുടെ പിക്ചർ കാണാൻ നമുക്ക് മനസ്സിലാവും. There are 3 metal strip A connected with the metal case of the bulb. ഇതിൽ നമുക്ക് 3 മെറ്റൽ സ്ട്രിപ്പ് ആണ് ഈ ഒരു ടോർച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതിൽ എ എന്ന് പറയുന്നത് കണക്റ്റഡ് വിത്ത് ദ മെറ്റൽ കേസ് ഓഫ് ദ ബൾബ്. ആ ബൾബിന്റെ മെറ്റൽ കേസിലാണ് എ എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. ബി എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് കണക്ട് ചെയ്തേക്കുന്നത് എവിടാന്ന് കണ്ടോ? വിത്ത് ദ സ്പ്രിംഗ്. ആ ഒരു സ്പ്രിങ്, ആ ടോർച്ചിന്റെ സ്പ്രിംഗ് ആയിട്ടാണ് ബി എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി സി വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ സ്വിച്ച്. സി എന്ന് പറയുന്നത് ആ ടോർച്ചിന്റെ സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പിക്ചറിൽ എ ബി സി അടയാളപ്പെടുത്തിയത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബൾബിന്റെ മെറ്റൽ കേസിലാണ്. ബി എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് ആ ടോർച്ചിന്റെ സ്പ്രിങ്ങിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് നമ്മുടെ സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. While metal strip A, B, C are fixed, C can be pressed and made to slide. അപ്പോൾ നമ്മൾ ഇത് എയും ബി സിയും ഫിക്സ്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. സി എന്ന് പറഞ്ഞ സ്വിച്ച് ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും മാറ്റാനും സാധിക്കും. When you press the switch, the strip C touches A and B and the circuit is complete. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ സ്വിച്ചിൽ ടച്ച് ചെയ്യുമ്പം സി ചെന്ന് നമ്മുടെ ബി എയും ടച്ച് ചെയ്യുകയും ടോർച്ച് ഓൺ ആവുകയും ചെയ്യും. The current flow through the circuit consisting of the metal strip, the bulb, the cell and the spring. This make the bulb glow. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോഴത്തേനും സി എന്ന് പറയുന്ന ആ ഒരു മെറ്റൽ സ്ട്രിപ്പ് വന്ന് എയും ബിയെയും ടച്ച് ചെയ്യുകയും കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ആ സർക്യൂട്ട് വഴി നമ്മുടെ മെറ്റൽ സ്ട്രിപ്പിലോട്ടും ബൾബിലോട്ടും സെല്ലിലോട്ടും സ്പ്രിങ്ങിലോട്ടും ഒക്കെ ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയും അതുവഴി ബൾബ് പ്രകാശിക്കുകയും അല്ലെങ്കിൽ ടോർച്ച് പ്രകാശിക്കുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് കണ്ടക്ടേഴ്സും എന്താണ് ഇൻസുലേറ്റേഴ്സും. ഓക്കെ, നോക്കിക്കേ. ക്യാൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ത്രൂ എനി സബ്സ്റ്റൻസ്? അല്ലേ, ഏതെങ്കിലും പദാർത്ഥങ്ങളിലൂടെ ഈ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യാറുണ്ടോ? ഈസ് ദെയർ എനി പർട്ടിക്കുലർ റീസൺ വൈ ഇലക്ട്രിക് വയേഴ്സ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽ ആൻഡ് കവേർഡ് വിത്ത് പ്ലാസ്റ്റിക്? നമുക്കറിയാലേ, മെറ്റലിൻ്റെ അകത്ത് വെച്ചിട്ട് അതിനെ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്താണ് ഈ വയർ, ഇലക്ട്രിക് വയർ നമ്മൾ കാണാറുള്ളത്. അപ്പൊ അതെന്താ, എന്തെങ്കിലും അതിന് പ്രത്യേക കാരണങ്ങളുണ്ടോ? Can an electric current pass through liquid and gases? ലിക്വിഡിൽ കൂടിയും ഗ്യാസിൽ കൂടിയും ഈ കറണ്ട് പാസ് ചെയ്ത് പോകാറുണ്ടോ? The following activity with help you find answers to some of these questions. അപ്പൊ എന്താണ്, നമുക്കറിയാം വൈദ്യുതി എങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് വയർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മെറ്റലിൽ കൂടി അല്ലെ, ഒരു മെറ്റൽ കമ്പയറായിട്ട് പുറത്തുനിന്ന് നമ്മൾ പ്ലാസ്റ്റിക് അക്കൗണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. ഗ്യാസിൽ കൂടിയും ലിക്വിഡിൽ കൂടിയും വൈദ്യുതി ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചേക്കാം. അപ്പൊ ഈ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ. മെറ്റീരിയൽസ് ദാറ്റ് അലോ ആൻ ഇലക്ട്രിക് കറന്റ് ടു ഫ്ലോ ത്രൂ ദം ഓർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇപ്പൊ എന്താണ്, പല മെറ്റീരിയൽസിലൂടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് കറണ്ടിന്റെ പ്രവാഹം ഉണ്ട് ഇല്ലേ, വൈദ്യുത പ്രവാഹം ഇല്ലേ, അവയുടെ ഒഴുക്ക്, ആ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വൈദ്യുതി കടത്തിവിടുന്ന ആ പദാർത്ഥങ്ങളെ, നല്ല രീതിയിൽ വൈദ്യുതി കടത്തിവിടുന്ന ആ പദാർത്ഥങ്ങളെ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്, ചാലകങ്ങൾ, വൈദ്യുത ചാലകങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. വൈദ്യുതി നല്ല രീതിയിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുന്ന നല്ല ചാലകങ്ങളാണ്, വൈദ്യുത ചാലകങ്ങളാണ് നമ്മുടെ മെറ്റൽസ് എന്ന് പറയുന്നത് അല്ലേ, ലോഹങ്ങൾ. ബട്ട് നോട്ട് ഓൾ മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈക്വലി വെൽ. ഇപ്പൊ എല്ലാ ലോഹങ്ങളും ഒരേ അളവിലായിരിക്കും ഈ വൈദ്യുതിയെ കടത്തിവിടുന്നത്? അല്ല. ഫോർ എക്സാമ്പിൾ, സിൽവർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബെറ്റർ ദാൻ എനി അതർ മെറ്റൽ. ഇപ്പൊ മറ്റേതൊരു മെറ്റൽസ് കടത്തിവിടുന്നതിനേക്കാളും കൂടുതൽ വൈദ്യുതി കടത്തിവിടുന്നതാണ് നമ്മൾ സിൽവർ എന്ന് പറയുന്നത് അല്ലേ. വെള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈദ്യുത ചാലകമാണ്, നല്ലൊരു വൈദ്യുത ചാലകമാണ്. The lead of pencil is made of carbon which too is conductor. അപ്പൊ എന്താണ്, നമ്മുടെ പെൻസിൽ ഉപയോഗിക്കുന്ന ആ ഒരു കാർബൺ, അതും എന്താണ്, നല്ലൊരു വൈദ്യുത ചാലകമാണ്. Material which conduct almost no electricity are called bad conductor or insulator. അപ്പൊ എന്താണ്, ഇവിടെ വൈദ്യുതി നല്ല രീതിയിൽ കടത്തിവിടാത്ത പദാർത്ഥങ്ങൾ, വൈദ്യുതി കടത്തിവിടാത്ത മെറ്റീരിയൽസിനാണ് നമ്മൾ ബാഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയും. അപ്പൊ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ, വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ, വൈദ്യുതി കടത്തിവിടാത്ത മെറ്റീരിയൽസ്. വുഡ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, കോക്ക്, പേപ്പർ ആൻഡ് മൈക്ക ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെ വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വുഡ്, തടിയിലൂടെയും പ്ലാസ്റ്റിക്കിലൂടെയും ഗ്ലാസ്സിലൂടെയും എന്താ, റബ്ബറിലൂടെ,
കോർക്കിലൂടെ, പേപ്പറിലൂടെ ഇതിലൊക്കെ എന്താണ് വൈദ്യുതി കടന്ന് പോകാറില്ല. നമ്മൾ യൂസസ് ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഇലക്ട്രിക്കൽ വയേഴ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് കോപ്പർ. നമുക്കറിയാലേ ഇലക്ട്രിക് വയർ എല്ലാം സാധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ ഉപയോഗിച്ച്, ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ടാണ്. The silver is a better conductor. It is not used because it is too expensive. സിൽവർ നമ്മൾ നേരത്തെ പറഞ്ഞു നല്ലൊരു വൈദ്യുത ചാലകമാണ് സിൽവർ എന്ന് പറഞ്ഞു. പക്ഷെ സിൽവർ എന്താണ് ബാക്കിയുള്ള മെറ്റൽസിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഈ സാധാരണയായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. അലൂമിനിയം ഈസ് ഓൾസോ യൂസ്ഡ് ടു മേക്ക് വയേഴ്സ്. അലൂമിനിയം യൂസ് ചെയ്യാറുണ്ട്. സ്വിച്ചസ്, ടെർമിനൽസ്, പ്ലഗ്, ഫിലമെന്റ്സ് ആൻഡ് സോ ഓൺ ആർ മെയ്ഡ് ഓഫ് വേരിയസ് മെറ്റൽസ്. ഇപ്പൊ സ്വിച്ച് ആയാലും ഫിലമെന്റ് ആയാലും പ്ലഗ് ആയാലും ടെർമിനൽ ആയാലും ഇതെല്ലാം പല പല മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യു ഹാവ് ആൾറെഡി കം അക്രോസ് വൺ യൂസ് ഓഫ് കാർബൺ ഇൻ ദ സെൽ. ഇറ്റ് ഈസ് യൂസ് ഇൻ എനി അതർ ഇലക്ട്രിക്കൽ വയേഴ്സ്. അപ്പൊ കാർബണിന്റെ ഒരു യൂസ് നമ്മൾ നോക്കിയില്ലേ, സെല്ലിന്റെ അകത്ത് കാർബൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുപോലെ പല ഇലക്ട്രിക്കൽ ഡിവൈസിലും പല യൂസിലും ഈ കാർബൺ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻസുലേറ്റേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് എക്യുപ്മെന്റ്. അപ്പൊ ഇൻസുലേറ്റർ എന്താണ് നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ എക്യുപ്മെന്റിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ സ്വിച്ചസ് ആർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ഓർ ബേക്ക്ലൈറ്റ് സെപ്പറേറ്റ് ദ മെറ്റൽ ടെർമിനൽസ് ഫ്രം ഈച്ച് അതർ. അപ്പൊ നമ്മൾ ഏറ്റവും വൈദ്യുതി കടത്തിവിടാത്ത ഇൻസുലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി നല്ല രീതിയിൽ കടത്തിവിടാത്ത നമ്മുടെ ഇൻസുലേറ്ററും ഈ ഒരു ഈ നല്ല രീതിയിൽ അതിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു സ്വിച്ചിന്റെ അകത്ത് ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ബേക്ക്ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ആ സ്വിച്ചിന്റെ അകത്തുള്ള രണ്ട് ടെർമിനൽസിനെയും പരസ്പരം വേർതിരിക്കുന്നത് ഈ ഇൻസുലേറ്റർ ആയ പ്ലാസ്റ്റിക്കോ ബേക്ക്ലൈറ്റോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ the electric wires used in most circuits are insulated either by a plastic or rubber cover. അപ്പോൾ ഇലക്ട്രിക് വയറിന് നമ്മൾ മുകളിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബറോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. The electric wire used in most circuits are insulated either by a plastic or rubber cover or by a coat of insulating enamel. The insulation on wires ensure that an alternative circuit is not created in case the wire touch, that is, it prevents a short circuit. A short circuit between wires can cause a large current to flow, which may even cause a fire. The insulation on wires also protect us from electric shock, which we would get if we touched a conductor connected to the main. The tool used by electricians such as line tester, screwdriver, and pliers have insulated handles to protect them from electric shocks. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, ഈ ഇലക്ട്രിക് വയറിന്റെ പുറത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടായിരിക്കും അത് കവർ ചെയ്തേക്കുന്നത്. കാരണം എന്താണ്, കുറെ നല്ല രീതിയിൽ ഇല്ലേ ഹ്യൂജ് എമൗണ്ടിൽ അല്ലെങ്കിൽ ലാർജ് എമൗണ്ടിൽ കറണ്ട് ഫ്ലോ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും. ഈ ഷോർട്ട് സർക്യൂട്ട് ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണം, അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനാണ് ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഈ വയറിന് പുറത്തൊക്കെ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഈ കറണ്ട് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പ്ലെയർ ആയാലും സ്ക്രൂ ഡ്രൈവറിനകത്തൊക്കെ എന്താണ് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കാണുമായിട്ട് ആ ഒരു ഡിവൈസിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ് കാണും. അവർ പിടിച്ച് ആ ഒരു ഇലക്ട്രിസിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഷോക്ക് അടിക്കാതിരിക്കാനൊക്കെയാണ് അവർ ആ ഒരു രീതിയിലുള്ള ടൂൾസ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ നമ്മൾ എന്താണ് സെല്ല് ഇല്ലേ, സെല്ല് എന്താണ്, ബാറ്ററി, സെല്ലിന്റെ രണ്ട് എൻഡ് ഉണ്ട്, പോസിറ്റീവ് എൻഡ് ഉണ്ട്, നെഗറ്റീവ് എൻഡ് ഉണ്ട്, രണ്ട് ടെർമിനൽ ഉണ്ടെന്ന് പഠിച്ചു. ബാറ്ററീസ് എന്ന് വെച്ചാൽ എന്താണ്, കളക്ഷൻ ഓഫ് ഇല്ലേ എ ഗ്രൂപ്പ് ഓഫ് കണക്റ്റിംഗ് സെല്ല്, കണക്ട് ചെയ്തേക്കുന്ന സെല്ലുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ബാറ്ററീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു സെല്ല് ഉപയോഗിച്ച് എങ്ങനെയാണ് ബൾബ് പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു, സ്വിച്ച് എന്താണെന്ന് പഠിച്ച്, ഒരു ടോർച്ചിന്റെ അകത്തുള്ള കാര്യങ്ങൾ, ഈ ടോർച്ചിൽ കൂടെ വൈദ്യുതി എങ്ങനെയാണ് ഫ്ലോ ചെയ്ത് ഒരു ബൾബ് പ്രകാശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റർ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതണം, സ്റ്റഡി ചെയ്യണം, റീഡ് ചെയ്ത വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ട് തരണം. ഓക്കെ. Deep in the shadows, I know it's hard to put one foot in front of the other. So far is the echo, where do we start? You can learn to discover a million stars. Okay, ഇപ്പൊ നമുക്ക് ഇനി കുറച്ച് മാത്സ് പഠിക്കാം. മാത്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്, ചാപ്റ്റർ 16 ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് എന്താ, ത്രികോണം അല്ലേ. അപ്പൊ നമ്മള് ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു
ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പോളിഗൺ പഠിച്ച ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് എ പോളിഗൺ ഓഫ് 3 സൈഡ് ഈസ് കാൾഡ് എ ട്രയാങ്കിൾ അല്ലേ. 3 സൈഡുള്ള 3 വശങ്ങളുള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രയാങ്കിൾ എന്താണ് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഇനി അപ്പൊ ട്രയാങ്കിളിനെ കുറിച്ച് കൂടുതൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. ഫസ്റ്റ് നോക്കിക്കേ, ടീച്ചർ ബോർഡിൽ ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. എന്താണ് എ ബി സി ആർ 3 നോൺ കൊളീനിയർ പോയിന്റ്സ്. അപ്പൊ ഈ എ ബി സി എന്ന് പറയുന്ന 3 എണ്ണം അല്ലേ, അതെന്താണ് 3 നോൺ കൊളീനിയർ പോയിന്റ്സ് ആണ്. Then the figure formed by the 3 line segment. 3 ലൈൻ സെഗ്മെന്റ് വഴിയാണ് ഈ ഫിഗർ നമ്മൾ വരച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ലൈൻ സെഗ്മെന്റ്? എ ബി ബി സി സി എ. അങ്ങനെ പറയുന്ന 3 ലൈൻ സെഗ്മെന്റ് വെച്ചിട്ടാണ് ഈ ഒരു ത്രികോണം, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചേക്കുന്നത്. അപ്പം the figure formed by the 3 line segment AB, BC, CA is called a triangle with the vertices A, B and C. അപ്പം A, B, C എന്ന് പറയുന്ന 3 vertices ഇതിനുണ്ട്. vertices എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ A, B എന്ന് പറയുന്ന 3 vertices ഇതിനുണ്ട്. 3 ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? AB, BC, പിന്നെ ഏതാണ്? CA. അങ്ങനെ 3 ലൈൻ സെഗ്മെന്റും 3 verticesഉം ഈ ഒരു ട്രയാങ്കിളിന് ഉണ്ട്. അപ്പൊ such a triangle is denoted by the symbol. അപ്പൊ നമ്മുടെ ലൈൻ സെഗ്മെന്റ് രേഖ ഇല്ലേ, നമ്മളിങ്ങനെ ഓരോ ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ നമ്മൾ ഇട്ടു, രേഖ അതുപോലെ തന്നെ ലൈൻ ഒക്കെ നമ്മൾ ഓരോ സിമ്പിൾ പഠിച്ചു. അപ്പൊ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതില്ല, പകരം ഈ ഒരു ട്രയാങ്കിളിന്റെ ചിഹ്നം വരച്ചിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ എ ബി സി സൂചിപ്പിക്കുന്നത്. ട്രയാങ്കിൾ എന്ന് എഴുതില്ല, പകരം ഈ ഒരു സിമ്പിൾ ഇട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇതെങ്ങനെ വായിക്കുന്ന ട്രയാങ്കിൾ എ ബി സി എന്നായിരിക്കും വായിക്കുന്നത്. ഓക്കെ, ഇനി എ ട്രയാങ്കിൾ എ ബി സി ഹാസ് 3 സൈഡ്സ്. നെയിംലി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട് അല്ലേ. എ ബി ബി സി എ സി എന്ന് പറഞ്ഞ 3 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ് 3 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആംഗിൾ? ആംഗിളും അതിന്റെ മെഷർമെന്റ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ ഏതാണ് ആംഗിൾ? ഏതാണ് ആംഗിൾ ബി എ സി ഉണ്ട്, ആംഗിൾ ബി എ സി ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഏത് ആംഗിൾ ഉണ്ട്? ആംഗിൾ എ ബി സി ഉണ്ട്, പിന്നെ ഏതുണ്ട് അല്ലേ. അങ്ങനെ 3 ആംഗിൾ ബി സി എ ഉണ്ട്, ബി സി എ. അങ്ങനെ 3 ആംഗിൾസ് ഇതിലുണ്ട്. ആംഗിൾ എ ബി സി, അതുപോലെ തന്നെ ആംഗിൾ ബി എ സി, ആംഗിൾ ബി സി എ. 3 ആംഗിൾസും ഈ ഒരു ട്രയാങ്കിളിന് ഉണ്ട്. ഇനി എന്താണ്? അപ്പൊ നമുക്ക് ഈ 3 ഈ ആംഗിൾസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. അപ്പൊ ഇതിന് 3 ലൈൻ സെഗ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ 3 വെർട്ടിസസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? 3 ആംഗിൾസ് ഉണ്ട്. ഇത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ the 3 sides and the 3 angles of a triangle together are called 6 parts or 6 elements of the triangle. അപ്പോൾ ഈ 3 ആംഗിൾസും നമ്മൾ പറഞ്ഞ ഈ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് പറയുന്ന ഈ 3 ആംഗിൾസും അതുപോലെ 3 ആംഗിൾസും ഉണ്ട്, 3 സൈഡ്സും ഉണ്ട്. അപ്പൊ ഈ 3 ആംഗിൾസും ഈ ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസും 3 സൈഡ്സും ചേർന്ന് 6 പാർട്സ്. ഒരു ആംഗിളിന്, ഒരു ട്രയാങ്കിളിന് 6 പാർട്സ് അല്ലെങ്കിൽ 6 എലമെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഈ 3 സൈഡും 3 ആംഗിളും ചേർന്നിട്ട് നമുക്ക് ട്രയാങ്കിളിന് 6 എലമെന്റ് അല്ലെങ്കിൽ 6 പാർട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി in triangle ABC the point ABC are called its vertices. നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, ഈ ഒരു ട്രയാങ്കിളിൽ ABC എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ എന്താണ്? 3 vertices ആണ്. A is the vertex opposite to the side B. A എന്ന് പറഞ്ഞാൽ ഈ BC എന്ന് പറയുന്ന ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് A എന്ന് പറയുന്നത്. ഈ B എന്ന് പറഞ്ഞാൽ B is the vertex opposite to CA. CA യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് B എന്ന് പറയുന്നത്. C എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ദ സൈഡ് AB. അപ്പൊ ഈ ഓരോ വെർട്ടെക്സും A എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പോസിറ്റ് ആണ്, BC ക്ക് ഓപ്പോസിറ്റ് ആണ്. C എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് C എന്ന് പറയുന്നത്. ഈ B എന്ന് പറയുന്നത് AC എന്ന് പറയുന്ന സൈഡിന്റെ വെർട്ടെക്സ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് B എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. ഇനി കൺകറന്റ് ട്രയാങ്കിൾസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, 2 triangles are said to be congruent if every angle of one equal to the corresponding angle of the other and every side of one is equal to the corresponding side of the
other. ഇപ്പൊ നമ്മൾ രണ്ട് ആംഗിൾ തമ്മിൽ കൺകറന്റ് ആണെന്ന് പറയുന്നു. അതിന് കാരണം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ വായിച്ചത് എന്താ കാരണം? ആ രണ്ട് ട്രയാങ്കിളിന്റെയും നോക്കിക്കേ. ഇപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ട്രയാങ്കിൾ ABC. EFG ആ രണ്ട് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പൊ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന DEF അത് കുഴപ്പമില്ല, ലെറ്റേഴ്സ് എങ്കിലും അങ്ങനെ തന്നെ ഇടാം. DEF ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും കൺകറന്റ് ആണ് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഈ ആംഗിളിന്റെ ട്രയാങ്കിൾ ABCയുടെ ഓരോ ആംഗിളും ട്രയാങ്കിൾ DEFന്റെ ആംഗിളിന് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ട്രയാങ്കിൾ ABCയുടെ ഓരോ സൈഡ്സും ഈ മറ്റ് ട്രയാങ്കിളിന്റെ സൈഡിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഇത് രണ്ടും ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡും ആംഗിളും എല്ലാം ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡിനും ആംഗിളിനും എല്ലാം ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ഈ രണ്ട് ട്രയാങ്കിളും കൺകറന്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ പറയുന്നത്. പരസ്പരം തുല്യമായിരിക്കും. അത് അവിടെ വായിച്ചത്. Two triangles are said to be concurrent if every angle of one is equal to the corresponding angle of the other and every side of one is equal to the corresponding side of the other. ഇപ്പൊ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ സൈഡ് നോക്കിയാലും ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് നോക്കിയാലും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾ തമ്മിൽ ഏത് സൈഡ് എടുത്താലും ആംഗിൾ എടുത്താലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കൺകറന്റ് ആണ് നമ്മൾ പറയുന്നത്. Triangle ABC and triangle DEF are concurrent triangle because angle A is equal to angle D. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ നോക്കിക്കേ, ആംഗിൾ B is equal to ആംഗിൾ E. ഈ B എന്ന് പറയുന്ന ആംഗിളും E എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ C is equal to ആംഗിൾ F. C എന്ന് പറയുന്ന ആംഗിളും F എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ നോക്കിക്കേ, AB എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്നത് DE ഈക്വൽ ആയിരിക്കും. BC എന്ന് പറയുന്നത് EF ന് ഈക്വൽ ആയിരിക്കും. AC എന്ന് പറയുന്നത് DF ന് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ കൺകറന്റ് ആംഗിൾ എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും രണ്ട് ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ കൺകറന്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന പേര് ABC. ഇതിൽ കുറച്ച് പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. DEF നോക്കിക്കേ, ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. The part of the plane enclosed by triangle AB is called the interior of triangle ABC. Triangle ABC is the boundary of its interior. The part of the plane not enclosed by triangle AB is called the exterior of triangle ABC. ഇപ്പൊ എന്താ ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, ഈ പോയിന്റ് PQR, ഈ മൂന്ന് പോയിന്റ് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ പോയിന്റ് ആണ് PQR എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇത് ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരുന്നു അല്ലേ? ഇത് പാർട്ട് ഓഫ് എൻക്ലോസ്ഡ് ബൈ ദ ട്രയാങ്കിൾ. ഇതെല്ലാം ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ് PQR എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ PQR നെ നമ്മൾ ഇന്റീരിയർ ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഈ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, FE. ഇതെല്ലാം എന്താണ്? ട്രയാങ്കിളിന് വെളിയിൽ കിടക്കുന്ന പോയിന്റ്സുകളാണ് അല്ലേ? ദ പാർട്ട് ഓഫ് ദ പ്ലെയിൻ നോട്ട് എൻക്ലോസ്ഡ് ബൈ ട്രയാങ്കിൾ. ഇതെന്താണ്? ഇത് നോട്ട് എൻക്ലോസ്ഡ് ആണ്, ട്രയാങ്കിളിന് വെളിയിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ പോയിന്റ് E ഒക്കെ എന്താണ്? എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി എന്താണ്? കുറച്ച് പോയിന്റ് D എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ലൈ ചെയ്യുന്നു. നമ്മുടെ ഈ ട്രയാങ്കിളിൽ തന്നെ കിടക്കുന്ന പോയിന്റ് ആണ് D എന്ന് പറയുന്ന പോയിന്റ്. നോക്കിക്കേ, if P and Q are two interior point triangle ABC, then the line segment PQ lies entirely in the interior of ABC. അപ്പം
ലൈൻ സെഗ്മെന്റ് PQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് എന്താണ്? അതും എന്ത് തന്നെയായിരിക്കും? ഈ ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ പാർട്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ ഇന്റീരിയർ പോയിന്റ് എന്നും ട്രയാങ്കിളിന് വെളിയിലാണ് ആ പോയിന്റ് വരുന്നത് അതിനെ എക്സ്റ്റീരിയർ പോയിന്റ് നമ്മൾ അതിനെ വിളിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ വേരിയസ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്, അതായത് ട്രയാങ്കിൾസിന് പല ടൈപ്പുകളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ലെങ്ത്, അതായത് ആ ഓരോ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. ആ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ അനുസരിച്ചും അല്ലെ അതിന്റെ കോർണറൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, വേരിയസ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്. നെയിമിംഗ് ട്രയാങ്കിൾസ് ബൈ കൺസിഡറിംഗ് ദ ലെങ്ത് ഓഫ് ദെയർ സൈഡ്. ഈ ഓരോ ട്രയാങ്കിൾസിന്റെയും ആ ഒരു സൈഡിന്റെ വശങ്ങളുടെ നീളം വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിളിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് പറയാറുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ആദ്യത്തെ ഏതാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഏതാണ് ടൈപ്പ്? ഫസ്റ്റ് ആണ് ഏതാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. Equilateral triangles. So equilateral triangle എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ. A triangle having all sides equally is called an equilateral triangle. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ എടുത്താൽ നമ്മളൊരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും എല്ലാ സൈഡും ഈ 3 സൈഡ് എടുത്താലും ഈ 3 സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ 3 സൈഡിന്റെയും ലെങ്തും നീളവും എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ ഏത് സൈഡ് എടുത്താലും AB എന്ന് പറഞ്ഞ സൈഡ് എടുത്താലും BC എടുത്താലും AC എടുത്താലും എന്ത് തന്നെയായിരിക്കും? എല്ലാം ഈക്വൽ ആയിരിക്കും. ആ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ട്രയാങ്കിൾ ഹാവിംഗ് all sides equally is called an equilateral triangle. എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. In the figure given below, triangle ABC is an equilateral triangle which AB is equal to നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, AB എന്ന സൈഡ് ഈക്വൽ ടു BC എന്ന് പറഞ്ഞ സൈഡ് ഈക്വൽ ടു AC. ഈ 3 സൈഡ് എന്താണ്? ഈക്വൽ ആയിട്ട്. ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ കണ്ടോ? ഐസോസെൽസ് ട്രയാങ്കിൾസ്. കണ്ടോ? ഐസോസെൽസ് ട്രയാങ്കിൾസ് എന്താന്ന് നോക്കാം നമുക്ക്. സെക്കൻഡ് ടൈപ്പ് ഏതാ? ഐസോസെൽസ് ട്രയാങ്കിൾസ്. ആ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ a triangle having two sides equally is called an isosceles triangle. അതായത് ഇപ്പം ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ 2 സൈഡും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും 2 സൈഡ് ഒരുപോലെയും ഒരു സൈഡ് ഇത്തിരി ഡിഫറൻസും ആയിരിക്കും. അതായത് ഇപ്പൊ ഈ ഒരു ത്രികോണം എടുത്താൽ ഈ 2 സൈഡ് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. ഇത് ഈ 2 സൈഡിൽ എന്തിനേക്കാളും കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. ഒന്നുകിൽ ചെറുതാവാം അല്ലെങ്കിൽ വലുതാവും. അപ്പൊ ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോസെൽസ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത് അല്ലേ? എന്താ? 2 സൈഡ് ഈക്വൽ ആയിരിക്കും, ഒരു സൈഡ് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. A triangle having two sides equal is called an isosceles triangles. അതായത് 2 വശങ്ങൾ ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഐസോസെൽസ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. In the above figure, DEF is an isosceles triangle in which DE is equal to DF. ഇതിൽ തന്നിരിക്കുന്ന DEയും DFും ഈക്വൽ ആണ്, പക്ഷേ ഇതെന്താ? ഇവർക്ക് തമ്മിൽ ഈക്വൽ അല്ല. അപ്പോൾ 2 സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ ഐസോസെൽസ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ട്രയാങ്കിൾ നോക്കിക്കേ, സ്കേലൻ ട്രയാങ്കിൾ. സ്കേലൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ നോക്കാം. എന്താണ് അടുത്ത ടൈപ്പ്? ഏതാണ്? സ്കേലൻ ട്രയാങ്കിൾ. സ്കേലൻ ട്രയാങ്കിൾ എന്താന്ന് വെച്ചാല് നോക്കിക്കേ, a triangle having 3 sides of different length is called a scalene triangle. അതായത് ഇപ്പൊ 3 വശങ്ങളും എന്താ പല സൈസ് ആയിരിക്കും. അതായത് 3 സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ ഇത് കുറച്ച് കുറഞ്ഞ ലെങ്ത് കുറഞ്ഞ സൈഡാണ്, ഇത് കുറച്ച് കൂടിയത് അതിനേക്കാൾ കൂടി. അപ്പം ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ഡിഫറെന്റ് ആയിരിക്കും. 3 സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറെന്റ് അളവായിരിക്കും അല്ലേ? ഇത്തരത്തിലുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്താ സ്കേലൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. A triangle having 3 sides of different length. 3 എന്താ സൈഡിലും 3 തരത്തിലുള്ള ലെങ്ത് ആയിരിക്കും. ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സ്കേലൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ട്രയാങ്കിളിൽ എന്താ അതിന്റെ സൈഡിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ട്രയാങ്കിൾസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, സ്കേലർ ട്രയാങ്കിൾ. അതിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? എ ട്രയാങ്കിൾ ഹാവിംഗ് ഓൾ സൈഡ്സ് ഈക്വലി ഈസ് കോൾഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മൂന്ന് വശങ്ങളും ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? രണ്ട് സൈഡ്സ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സ്കേലർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? A triangle having three sides of different length. മൂന്ന് സൈഡ്സിനും പലതരത്തിലുള്ള ലെങ്ത് ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിനാണ് നമ്മൾ സ്കേലർ ട്രയാങ്കിൾ എന്ന് വിളിച്ചത്. ഇത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? എന്താണ് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ? എന്താണ് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? നോക്കിക്കേ. The sum of the length of the side of a triangle is called its perimeter. The sum of the length of the side of a triangle is called its perimeter. അതായത് നമ്മളൊരു ട്രയാങ്കിൾ എടുത്താൽ അതിന്റെ ഈ മൂന്ന് സൈഡിന്റെയും ലെങ്ത്, ഈ ഒരു സൈഡിന്റെ ലെങ്ത്, ഈ ഒരു സൈഡിന്റെ ലെങ്ത്, ഈ ഒരു സൈഡിന്റെ ലെങ്ത്, ഈ മൂന്ന് സൈഡിന്റെയും ലെങ്തും കൂടെ തമ്മിൽ ആഡ് ചെയ്യും. അതിന്റെ ആ സമ്മിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? The sum of the length of the triangle, length of the side of the triangle. ഒരു ട്രയാങ്കിളിന്റെ വശങ്ങളുടെ നീളത്തിന്റെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഒക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ സൈഡിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ, ട്രയാങ്കിളിന്റെ കോണളവുകൾ വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ നമ്മൾ ആംഗിൾ വെച്ചിട്ട് ട്രയാങ്കിളിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. അതിൽ ആദ്യത്തെയാണ് അക്യൂട്ട് ട്രയാങ്കിൾ. ഫസ്റ്റ് വൺ ഏതാണ്? അക്യൂട്ട് ട്രയാങ്കിൾ. അക്യൂട്ട് ട്രയാങ്കിൾ എന്താണ്? അക്യൂട്ട് ട്രയാങ്കിൾ എന്താണെന്ന് വെച്ചാൽ എ ട്രയാങ്കിൾ ഈച്ച് ഓഫ് whose angle measure less than 90 is called an acute angle triangle or simply an acute triangle. നമ്മൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ ആംഗിളും സെയിം, അതായത് 90 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്താണ്? അതിന്റെ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾ, ഓരോ കോണളവ് എടുത്താലും അത് 90 ഡിഗ്രിയേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. 90 ഡിഗ്രിയേക്കാളും അതിന്റെ കോണളവ് കുറവായിരിക്കും. അങ്ങനെയുള്ള ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ റൈറ്റ് ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിക്കേ. എ ട്രയാങ്കിൾ whose one angle measure 90 degrees is called right angle triangle or simply called right angle അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ എന്താണ്? ആ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും, ഇല്ലേ? അതിന്റെ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ് അതിന്റെ ആ ഒരു എന്താ? അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എ ട്രയാങ്കിൾ whose one angle measure 90 ഡിഗ്രി, അതിന്റെ ഒരു കോണളവ് എടുക്കുകയാണെങ്കിൽ അത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. അടുത്ത ടൈപ്പ് നോക്കിക്കേ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. എന്താണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ? മൂന്നാമത്തെ ടൈപ്പാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. നോക്കിക്കേ. എ ട്രയാങ്കിൾ വൺ whose angle measure more than 90 degree is called obtuse angled triangle or simply obtuse triangle. അപ്പോൾ obtuse triangle എന്ന് വെച്ചാൽ അതിന്റെ ഒരു ആംഗിളിന്റെ ഒരു കോണളവ് എത്രയാണ്? 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. ഇത് കണ്ടോ? 120 ഡിഗ്രി ആണ്. അപ്പൊ 90 ഡിഗ്രിയേക്കാളും കൂടുതലായിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആംഗിൾ അനുസരിച്ച് ട്രയാങ്കിളിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞ അക്യൂട്ട് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ്. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ അതിന്റെ കോണളവ് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിട്ടുള്ള കോണളവാണെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. 90 ഡിഗ്രിയേക്കാളും കൂടുതലായിട്ടാണ് അതിന്റെ ഒരു ആംഗിൾ വരുന്നതെങ്കിൽ, ഇല്ലേ, കോണളവ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ കണ്ടോ? അതില്
നോക്കിക്കേ, ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ വിച്ച് ആർ ഇൻ ദ റേഷ്യോ 2:3:4. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ റേഷ്യോ നമുക്ക് തന്നേക്കുന്നു. എത്രയാണ്? 2:3:4 എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് തന്നേക്കുന്നു. എന്നിട്ട് എന്താണ്? ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ആംഗിളിലെ കോണളവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലെറ്റ് ദ മെഷർ ഓഫ് ദ ഗിവൺ ആംഗിൾസ്, അതായത് നമുക്ക് എങ്ങനെ കൊടുക്കാം? 2x ഡിഗ്രി, അതുപോലെ 3x ഡിഗ്രി, അതുപോലെ 4x ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യണം? അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്നിന്റെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ആയിരിക്കും കിട്ടുന്നത്. അപ്പം 2x കൂട്ടിയാലും 3x = 4x. ഇതിന്റെ എല്ലാം കോണളവ് എത്ര ആയിരിക്കും? 180 ആണ്. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും കൂടെ അല്ലെങ്കിൽ മൂന്നളവും കൂടെ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഇത് മൂന്നും കൂടെ കൂട്ടും. 2 + 3 എത്ര? 5. 5 + 4 9. അപ്പൊ 9x = 180 ഡിഗ്രി. അപ്പൊ x എന്ത് ചെയ്താൽ മതി? 180 / 9 = 20. അപ്പൊ നമുക്കിവിടെ x ന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? x = 20 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ മതി? ഈ ഓരോ റേഷ്യോയുടെ കൂടെ നമ്മൾ x ആഡ് ചെയ്തായിരുന്നല്ലോ. ആ x നെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഈ മൂന്നിനടുത്തുള്ള x മാറ്റി 20 ഇട്ട് കൊടുക്കുക, 4-നുള്ള x മാറ്റി 20 ഇട്ട് കൊടുക്കുക. അപ്പം 2 × 20 എന്ന് വെച്ചാൽ 40, 3 × 20 എന്ന് വെച്ചാൽ 60, 4 × വെച്ചാൽ 80. അപ്പൊ നമ്മുടെ ഓരോ കോണളവ് കിട്ടി. നമ്മുടെ ത്രികോണത്തിന്റെ ഒരു കോണളവ് 40 ആണ്, ഒരെണ്ണം 60 ആണ്, ഒരെണ്ണം 80 ആണ്. ഇനി ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് വരും? 180 ഡിഗ്രി തന്നെ വരും. കാരണം നമ്മൾ പഠിച്ച ഒരു ത്രികോണത്തിന്റെ 3 കോണളവ് നമുക്ക് എത്ര 180 ഡിഗ്രി കിട്ടുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഇത് എങ്ങനെയാ ചെയ്തത്? നമുക്ക് റേഷ്യോ തന്നു, 2:3:4 എന്നുള്ള റേഷ്യോ തന്നു. അപ്പൊ ഈ നമുക്ക് നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിന്റെ കൂടെയും x ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പം 2x ഡിഗ്രി ആയി, 3x ഡിഗ്രി ആയി, 4x ഡിഗ്രി ആയിട്ട് മാറി. പിന്നെ നമുക്ക് = നമുക്കറിയാം ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന റേഷ്യോ എല്ലാം കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഓരോ സംഖ്യയുടെ കൂടെയും ആ എക്സിന്റെ വാല്യൂ നമ്മൾ ഇട്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് ആ കോണളവ് കിട്ടി. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് എക്സാമ്പിൾ തന്നേക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അടുത്തേന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റില് എക്സസൈസ് 16A കണ്ടോ? അതിൽ ടേക്ക് 3 നോൺ കൊളീനിയർ പോയിന്റ്സ് A, B, C on a page of your notebook. Join AB, BC and CA. What figure do you get? അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ നമ്മുടെ ബുക്കിൽ വരയ്ക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 3 നോൺ കൊളീനിയർ പോയിന്റ് ഇടുക. നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു പേജിൽ 3 നോൺ കൊളീനിയർ പോയിന്റ് നമ്മളിങ്ങനെ ഇട്ടു. ഇനി എന്തായാലും പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ജോയിൻ ചെയ്യണം അല്ലേ? ഒന്ന് ടീച്ചർ കുറച്ച് പറഞ്ഞത് വരച്ചുതരാം. അപ്പൊ നമ്മൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ 3 നോൺ കൊളീനിയർ പോയിന്റ് ഇട്ടു. ആ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിച്ചു. നമ്മൾ അതിന്റെ പേര് കൊടുത്തു A, B, C. The side opposite to C. C എന്ന് പറയുന്ന അല്ലേ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? AB ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് എഴുതണം? AB. ഫസ്റ്റ് ഇത് കണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി. ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് AB എന്ന് പറയുന്നത്. ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ സൈഡ് BC. BCക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും? ആംഗിൾ A ആയിരിക്കും. ഇനി ദ വെർട്ടെക്സ് ഓപ്പോസിറ്റ് ടു ദ സൈഡ് CA. CA എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ വെർട്ടെക്സ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഏതാ? പോയിന്റ് B ആണ് അല്ലേ? അതുപോലെ തന്നെ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ വെർട്ടെക്സ് B. B എന്ന് പറയുന്ന വെർട്ടെക്സ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് AC എന്ന് പറയുന്നത്. അത് നമ്മൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലെ വരച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഇനി നമുക്ക് തന്നേക്കുന്നത് ദ മെഷർ ഓഫ് 2 angles of a triangle are 72 degree and 15 degree. Find the measure of the third angle. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിന്റെ അല്ലേ ആംഗിൾ നമുക്ക് തന്നിരിക്കുന്നു. 72 ഡിഗ്രിയും 58 ഡിഗ്രി. നമുക്കറിയാം ത്രികോണത്തിന് 3 ആംഗിൾ ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്രയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. നമുക്ക് എങ്ങനെ ചെയ്യാം? x പ്ലസ് നമുക്ക് അറിയാത്ത ആംഗിളിനെ നമ്മൾ x എന്നങ്ങ് കൊടുത്തു. 72 പ്ലസ് 58 ആണല്ലോ എന്തെന്ന് പറയുന്നത് 180 ഡിഗ്രി എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് x അറിയില്ല. അപ്പൊ 72 ഉം 58 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 130 x plus 130 degree is equal to 180 degree. അപ്പൊ x എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 degree minus 130 is equal to എത്ര വരുന്നുണ്ട്? നോക്കിക്കേ, 50 degree. കണ്ടോ? അതെല്ലാം മനസ്സിലായോ? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ ആംഗിൾ തന്നിരിക്കുന്നു. മൂന്നാമത്തെ ആംഗിൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ആംഗിളിനെ നമ്മൾ x കൊണ്ടാണ് സൂചിപ്പിക്കുന്നു. അപ്പൊ x plus 72 plus 58 ആണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം x ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് എന്താണ്? x is equal to 180 degree minus 130 degree is equal to 50 degree. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ 50 ഡിഗ്രി ഇട്ട് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നെങ്കിൽ എന്താ നമ്മുടെ ആൻസർ ശരിയാണ്. ഇനി എക്സസൈസ് 8 കണ്ടോ? ലുക്ക് അറ്റ് ദ ഫിഗർ ഗിവൺ ബിലോ. സ്റ്റേറ്റ് ഫോർ ഈച്ച് ട്രയാങ്കിൾ വെദർ ഇറ്റ് ഈസ് അക്യൂട്ട്, റൈറ്റ് ഓർ ഒബ്റ്റ്യൂസ്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന പിക്ചറിൽ ഏതാണ് അക്യൂട്ട് ട്രയാങ്കിൾ, ഏതാണ് റൈറ്റ് ട്രയാങ്കിൾ, ഏതാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ നിങ്ങൾ കണ്ടുപിടിച്ച് ഹോംവർക്കായിട്ട് ചെയ്യണം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 9 കണ്ടോ? ഇൻ ദ ഗിവൺ ഫിഗർ some triangle have been given. State for each triangle whether it is scalene, isosceles or equilateral. തന്നേക്കുന്ന ട്രയാങ്കിൾ ഏതാണ് ഇക്വിലാറ്ററൽ, ഏതാണ് സ്കേലൻ, ഏതാണ് ഐസൊലേറ്റർ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് ആ രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ടീച്ചറിന് അയച്ചാണ്. നമ്മുടെ അതിൽ തന്നെ എക്സസൈസ് 12 കണ്ടോ? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രയാങ്കിൾ ഹാസ് ഡാഷ് സൈഡ്, ഡാഷ് ആംഗിൾ ആൻഡ് ഡാഷ് വെർട്ടിസസ്. ഒരു ട്രയാങ്കിളിന് എത്ര സൈഡും എത്ര ആംഗിളും എത്ര വെർട്ടിസസും ഉണ്ട്? നിങ്ങൾ പറഞ്ഞേ. 3 സൈഡും ഇല്ലേ? നമുക്കറിയാം 3 സൈഡുണ്ട്, 3 ആംഗിളുണ്ട്, 3 വെർട്ടിസസ് ഉണ്ട്. 3 സൈഡുണ്ട്, 3 ആംഗിളുണ്ട്, 3 വെർട്ടിസസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സം ഓഫ് ദ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ അല്ലേ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ദ സൈഡ് ഓഫ് എ സ്കേലൻ ട്രയാങ്കിൾ ആർ ഓഫ് ഡാഷ് ലെങ്ത്. അതായത് ഒരു സ്കേലൻ ട്രയാങ്കിളിന്റെ ആ ഒരു സൈഡിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ലെങ്ത് ആയിരിക്കും? അൺഈക്വൽ ലെങ്ത് ആയിരിക്കും. സ്കേലൻ ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാൻ മതി, അൺഈക്വൽ ലെങ്ത് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഈച്ച് ആംഗിൾ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മെഷേഴ്സ്. എന്താണ്? ഓരോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെയും അല്ലെങ്കിൽ ഓരോ ആംഗിളിന്റെ അളവ് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ കോണളവ് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇനി ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ് ഓഫ് ആൻ ഐസൊലേറ്റ് ട്രയാങ്കിൾ ആർ. അതായത് നമ്മൾ പറഞ്ഞു ഐസൊലേറ്റ് ട്രയാങ്കിൾസിൽ ഓരോ സൈഡും അടുത്ത സൈഡിന് മറ്റൊരു അല്ലേ അല്ലെങ്കിൽ അടുത്ത സൈഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്? ആ ഓപ്പോസിറ്റ് ട്രയാങ്കിളിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഓരോ സൈഡും മറ്റു ഓപ്പോസിറ്റ് സൈഡിന് ഈക്വൽ ആയിരിക്കും. ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് കാൾഡ് ഇറ്റ്സ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ സൈഡുകളുടെ ലെങ്തിന്റെ സമ്മിനെ തുകയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? പെരിമീറ്റർ എന്ന് വിളിച്ചത്. എന്ത് വിളിച്ചു? പെരിമീറ്റർ എന്ന് വിളിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ എത്രയേ ഉള്ളൂ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് ആൻസർ 3, സെക്കൻഡ് ആൻസർ എന്താ നമ്മൾ പറഞ്ഞത്? 180 ഡിഗ്രി. തേർഡ് ആൻസർ അൺഈക്വൽ, ഫോർത്ത് 60 ഡിഗ്രി, ഫിഫ്ത്ത് ഈക്വൽ, സിക്സ്ത് പെരിമീറ്റർ. ഇനി അതിൽ എക്സസൈസ് 16B-യിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഹൗ മെനി പാർട്സ് ഡസ് എ ട്രയാങ്കിൾ ഹാവ്? ഒരു ട്രയാങ്കിളിന് എത്ര പാർട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എത്ര എലമെന്റ് അല്ലെങ്കിൽ എത്ര പാർട്സ് ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിത്ത് ദ ആംഗിൾ ഗിവൺ ബിലോ ഇൻ വിച്ച് കേസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾ ഈസ് പോസിബിൾ. നമുക്ക് താഴെ 3 അളവുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏത് അളവിലായിരിക്കും നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഓരോ ഇപ്പൊ എയിൽ 30, 60, 70 എന്ന് പറഞ്ഞാൽ 3 കൂടെ കൂട്ടി നമുക്ക് 180 കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ 180 കിട്ടുന്ന അളവുകൾ ഏതാണോ അതായിരിക്കും നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പോസിബിൾ ആയിട്ടുള്ള അളവുകൾ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 50, 70, 60 കൂടെ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പൊ ആ ഒരു അളവാണ് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി. Third question. The angles of a triangle are in the ratio 2:3:4. The largest angle. നമുക്ക് 3 റേഷ്യോ തന്നിട്ടുണ്ട്. 2:3:4. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഓരോ ആംഗിൾസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും വലിയ ആംഗിൾ ഏതാണെന്ന് നോക്കണം. ആൻസർ ബി ആണ്. 80 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, the two angles of a triangle are complementary, the third angle. ആദ്യത്തെ രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ആംഗിൾ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ഫിഫ്ത്ത് വൺ, one of the base angle of an isosceles triangle is 70, the vertical angle. അതായത് ഒരു ഐസോസെലസ് ആംഗിളിന്റെ ഒരു ആംഗിൾ 70 ഡിഗ്രി ആണ്. അടുത്ത വെർട്ടിക്കൽ ആംഗിളിന്റെ അളവ് എത്ര ചോദിച്ചിരിക്കുന്നത്? എത്രയാണ്? ഓപ്ഷൻ സി 40 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഹാവിംഗ് സൈഡ്സ് ഓഫ് ഡിഫറെന്റ് ലെങ്ത് ഈസ് കാൾഡ്. അതായത് പല സൈഡിനും പല ലെങ്തുള്ള ട്രയാങ്കിളിനെ നമ്മളൊരു പേര് വിളിച്ചു. എന്താണ്? സ്കേലൻ ട്രയാങ്കിൾ. ഓപ്ഷൻ സി സ്കേലൻ ട്രയാങ്കിൾ. Question number 7, in an isosceles triangle ABC, the bisectors of angle B and angle C meet at point O. If angle A is 40 degree, then angle BOC. അപ്പോൾ എന്താണ്? ഓരോ അളവ് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 110 ഡിഗ്രി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, the sides of a triangle are in the ratio 3:2:5 and its perimeter is 30 cm, the length of the longest side. നമുക്ക് പെരിമീറ്ററും തന്നിട്ടുണ്ട്, റേഷ്യോയും തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചേക്കുന്നു ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഓപ്ഷൻ ബി 15 cm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, two angles of a triangle measure 30 degree and 25 degree respectively. The measure of the third angle, അതായത് രണ്ട് ആംഗിളിന്റെ അളവ് തന്നു 30, 25. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. എന്നിട്ട് 180ൽ നിന്ന് ഈ 30, 25 കുറയ്ക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പൊ 30, 25 കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും? 55 ആയിരിക്കും. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 55 കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ബാലൻസ് 125 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി 125 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് ആംഗിൾ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മെഷേഴ്സ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ സി 60 ഡിഗ്രി. ഇനി 11 ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ ദ പോയിന്റ് പി ലൈൻസ്. അതായത് ഒരു അഡ്ജോയിനിങ് ഫിഗറിൽ പോയിന്റ് പി എവിടെ ആയിരിക്കും കിടക്കുന്നത് വെച്ചാല് ഓൺ ട്രയാങ്കിൾ എ ബി സിയിലായിരിക്കും ആ ഒരു പോയിന്റ് കിടക്കുന്നത്. ഓൺ ട്രയാങ്കിൾ. ഓപ്ഷൻ സി ഓൺ ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ഇതിൽ നമ്മൾ ട്രയാങ്കിൾ എന്താണെന്ന് പഠിച്ചു. അതിന് 3 സൈഡും 3 ആംഗിളും 3 എന്താ പാർട്സും ഒക്കെ നമ്മൾ ഉണ്ടെന്ന് പഠിച്ചു. 6 പാർട്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ പഠിച്ചപ്പോൾ അതിന്റെ സൈഡ് അനുസരിച്ചും സൈഡിന്റെ ലെങ്ത് അനുസരിച്ചും അതുപോലെ തന്നെ ആംഗിൾ അനുസരിച്ചും നമ്മൾ ട്രയാങ്കിൾസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ സൈഡിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, സ്കാലൻ ട്രയാങ്കിൾ. ആംഗിൾ അനുസരിച്ച് അക്യൂട്ട് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു. ഇന്റീരിയർ എക്സ്റ്റീരിയർസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണെന്ന് പഠിച്ചു. കൺകറന്റ് ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ നോക്കി. പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ നമ്മൾ നോക്കി. 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നു അല്ലേ? ഫസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ വരയ്ക്കുക ട്രയാങ്കിൾ. ആൻസർ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 8ഉം ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ ഹോംവർക്ക് ടീച്ചറിന് അയച്ചു തരണം. ബേസിക് സയൻസിലെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക. ഇതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. നമ്മൾ ക്ലാസ് വേണ്ടി ചെയ്യാം. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful night